ഈ ഭൂമി എന്ന് പറയുന്നത് ചെറിയ ഒരു ഗോളമല്ലേ? ആ ചെറിയ ഒരു ഗോളത്തിന്റെ കരയല്ലേ? കര വളരെ ചെറുതല്ലേ? ആ കരയിൽ മനുഷ്യവാസം വളരെ പരിമിതമല്ലേ? ആ മനുഷ്യർക്കിടയിൽ ഉള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയൊരു അംശം മാത്രമായ ഭൂമിയിലെ ജീവയോഗ്യമായ കരയിലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമുള്ള മനുഷ്യരെ മാത്രം ബാധിക്കുന്ന ഒരു വിശ്വാസ സംഹിത കൊണ്ട് ഈ എൻ്റർ കോസ്മോസിനെ എങ്ങനെ വിലയിരുത്താം, വീക്ഷിക്കാം, വിലയിരുത്താം എന്ന് പറയുന്നതിൽ ആശയപരമായ അപര്യാപ്തതയില്ലേ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സ്വല്പം പ്രസക്തം തന്നെയാ. അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളും കൂടി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല, ഭൂമിയെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല, പ്രപഞ്ചത്തെ മുഴുവനും ബന്ധിക്കുന്ന പ്രാപഞ്ചികതയുടെ നൈസർഗികമായ താളത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കേവലം മനുഷ്യന്റെ കർമ്മ